കണ്ണാടിയിലെ മുഖം. ദൈവം എല്ലാവരിലും വചനം വിതയ്ക്കുന്നുണ്ട്. എന്നാൽ ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ മാത്രമാണ് വചനം തഴച്ചു വളരുന്നത്. വിതക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ തന്നെ ഈ സത്യം പഠിപ്പിക്കുന്നു. വഴിയരികിലും പാറക്കെട്ടുകളിലും മുള്ളുകൾക്കിടയിലും വീണ വചനം നശിച്ചുപോയി. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നതാകുന്നു. വിശുദ്ധ ലൂക്ക 8:15. സഹകരിക്കുവാൻ സന്നദ്ധരാകുന്നില്ലെങ്കിൽ തിരുവചന പാരായണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. വചനം കേട്ടിട്ട് അനുവർത്തിക്കാതിരിക്കുന്നവരെ, സഹകരിക്കാൻ മനസ്സാകാതിരിക്കുന്നവരെ, തൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ട് യാതൊരു പ്രതികരണവുമില്ലാതെ പോകുന്ന മനുഷ്യനോടാണ് യാക്കോബ് ശ്ലീഹ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ യാക്കോബ് 1:22-25 വരെ. അവൻ മുഖം കണ്ണാടിയിൽ കാണുന്നു, സ്വയം കണ്ടു കടന്നു പോകുന്നു. ഞാൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ മറന്നുപോവുകയും ചെയ്യുന്നു. കേട്ടതു മറക്കുന്നവരാകാതെ തദനുസാരം പ്രവർത്തിക്കുന്നവനാണ് അനുഗ്രഹീതനാകുക. കൊല്ലങ്ങൾക്ക് മുമ്പ് തൃശൂർ മെഡലിഹോട്ട് ഹാളിൽ ജീസസ് യൂത്തിൻ്റെ ഒരു കോൺഫറൻസിൽ ക്ലാസ് എടുക്കുവാൻ പോയി. അന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം ക്ഷമിക്കുന്ന സ്നേഹമായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നാം ഈ ഒരു മാസം മുഴുവനും എന്താണ് പ്രാവർത്തികമാക്കുക? പലരും പലതും പങ്കുവച്ചു. ജോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ നിരുപാധികം ക്ഷമിക്കാൻ തീരുമാനമെടുക്കുന്നു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഉറക്കെ ചിരിച്ചു. സിസ്റ്റർ, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതക്കാരനാണ്, അതുകൊണ്ടാണ് ഇവർ ചിരിക്കുന്നത്. ക്ഷമിക്കുന്ന സ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വീഴ്ച വന്നാൽ പരസ്പരം പ്രാർത്ഥിക്കുവാനുമുള്ള തീരുമാനം എല്ലാവരും കൂടി എടുത്തു. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ജീസസ് യൂത്തിൻ്റെ കോൺഫറൻസ് ഉണ്ടാകുക പതിവായിരുന്നു. പിന്നത്തെ മാസം ജോസ് തൻ്റെ കൂട്ടുകാരൻ രവിയുമായാണ് കോൺഫറൻസിന് വന്നത്. ജോസ് താൻ എങ്ങനെയാണ് വചനം പ്രാവർത്തികമാക്കിയതെന്ന് പങ്കുവച്ചു. ഞാൻ എടുത്ത പ്രതിജ്ഞ ബോധപൂർവം ഓർത്തിരുന്നു. ജോസിന് കനാറ ബാങ്കിൽ കുറിപതിക്കുന്ന ജോലിയാണ്. വ്യാഴാഴ്ച കളക്ഷൻ കഴിഞ്ഞ് തൻ്റെ സൈക്കിൾ എടുക്കാൻ നോക്കുമ്പോൾ തൻ്റെ ഒരു കൂട്ടുകാരൻ രവി സൈക്കിളിൻ്റെ കാറ്റ് തുറന്നു വിട്ട് ഓടുന്നു. ഇത് കണ്ട് ജോസിന് തൻ്റെ നിയന്ത്രണം വിട്ടു. കളക്ഷൻ ബാങ്കിൽ അടയ്ക്കാൻ സമയം വൈകിയിരുന്നു. നാലും കൂടിയ കവലയിൽ നിന്ന് രവിയെ പറ്റാവുന്നത്ര അസഭ്യങ്ങൾ പറഞ്ഞു. ബാങ്കിൽ പോയി കളക്ഷൻ അടച്ചു. തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് തൻ്റെ പ്രതിജ്ഞ ഓർത്തുപോയി. മനസ്സിൽ ഒരുപാട് വേദന തോന്നി. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു, നീ രവിയോട് പോയി മാപ്പ് ചോദിക്കുക. മനസ്സ് വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. ഞാൻ എന്തിന് മാപ്പ് പറയണം? അവനല്ലേ തെറ്റ് ചെയ്തത്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. റോമ 12:21. രവിയുടെ വീട്ടിൽ പോയി അവനോട് മാപ്പ് ചോദിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി യാത്ര തിരിച്ചു. ജോസിൻ്റെ വരവ് കണ്ട ഉടനെ രവി വിചാരിച്ചു, അവൻ എന്നെ തല്ലാനാവും വരുന്നതെന്ന് കരുതി പുറകിൽ കൂടി സ്ഥലം വിട്ടു. ജോസ് വീട്ടിൽ കയറി. രവിയുടെ അമ്മ ജോസിനെ സ്വീകരിച്ച് കാപ്പിയെല്ലാം കൊടുത്തു. രവി എവിടെ? അവൻ ഇവിടെയുണ്ട്. അമ്മ രവിയെ വിളിച്ചു. അവനെ കാണാനില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, കുറച്ച് മീൻ വാങ്ങി വെള്ളത്തിലിട്ടിരിക്കുകയാണ്, ഞാനൊന്ന് നന്നാക്കട്ടെ, നീ ഇവിടെ ഇരിക്കുക, രവി വന്നിട്ടല്ലേ പോകുകയുള്ളൂ. അമ്മ പുറത്ത് ഉമ്മറത്തിരുന്നു മീൻ നന്നാക്കാൻ തുടങ്ങി. ഇത് കണ്ട രവി ജോസ് പോയിരിക്കുമെന്ന് കരുതി അകത്തേക്ക് കയറിയതും ജോസ് അവൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. ഇത് കണ്ട രവി ജോസിനോട് ചോദിച്ചു, നിനക്കെന്ത് പറ്റി? ഞാൻ നീ തല്ലുമെന്ന് കരുതി ഓടിയതല്ലേ? ജോസ് പറഞ്ഞു, ഞാൻ ജീസസ് യൂത്ത് ആണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു തീരുമാനമെടുത്തിരുന്നു. ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളെല്ലാം ജോസിൽ നിന്നും രവി മനസ്സിലാക്കി. ജോസിൽ വന്ന മാറ്റം രവിയുടെ മനസ്സിലും തരംഗങ്ങൾ സൃഷ്ടിച്ചു. എല്ലാ വിവരങ്ങളും ജോസിൽ നിന്ന് അവൻ മനസ്സിലാക്കി. എല്ലാ മാസവുമുള്ള വചന പഠനവും കൂട്ടായ്മയും ഈശോയെ സ്വന്തമാക്കുവാനുള്ള ദാഹവും രവിയിൽ വളർന്നു. വൈകാതെ മാമോദിസ സ്വീകരിച്ച രവി ജോസഫ് ആയി മാറുകയും ചെയ്തു. രവി വഴി വീട്ടിലെ എല്ലാവരും അക്രൈസ്തവ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു, വചനം ജീവിക്കുന്നു, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയ സന്തോഷത്തോടെ മുന്നേറുന്നു. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി
ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. എഫെസസ് 6:14 വരെ. കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.